വെൽക്കം ടു കലിപ്പൻ്റെ കാന്താരി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ് സാരിയാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് സാരികളൊക്കെയാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയൊരു സാരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഇന്നത്തെ ദിവസം പ്രത്യേകത ഞാൻ പറയാം. എൻ്റെ ബസ് വന്നിട്ട് ഇന്ന് 90ആണ്. അപ്പോൾ ഞങ്ങൾ 90 സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയതാണ്. അപ്പോൾ ബസ്സിനൊക്കെ മസ്സിനെ മാറ്റിച്ചിട്ട് ഞാനിവിടെ കിടക്കുകയാണ്. ഞാനത് റെഡി ആയത് കേട്ടോ. ഫുള്ള് ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചത് പോയിട്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സാരി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. കുറച്ച് എന്താ പറയുന്നത് 2 കൊല്ലത്തോളമായി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ സാരി കേട്ടോ. ഇതാണ് എൻ്റെ സാരി. ഞങ്ങൾ പോകാനായിട്ട് ബസ്സിനൊക്കെ മാറ്റിച്ചിട്ട് ഞാൻ ബാക്കി വിശേഷം പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ. യെസ്, ആദ്യയുടെ കയ്യിൽ എൻ്റെ വള തട്ടിപ്പോ കേട്ടോ. ഞാൻ അന്ന് ബസ്സുവിൻ്റെ നൂല് കെട്ടിന് നക്ഷത്ര ഗോൾഡ് ഡയമണ്ട്സിൽ നിർത്താട്ടെ വള. അതുപോലെ തന്നെയുള്ളൊരു വള ഇവർ കാണിച്ചിട്ട് ഈ ഒരു ബാങ്കിള് ജസ്റ്റ് മൂന്ന് റിങ് എടുത്തു കണ്ടോ. അന്ന് അവിടെ നിന്ന് എടുത്താട്ടോ. അപ്പോൾ ബസ്സു റെഡിയായി. അച്ചു കവർ റെഡിയായി. അപ്പം ഞങ്ങൾ കുപ്പായ അയച്ചെടുക്കുന്നു. അപ്പം ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇറങ്ങട്ടെ കേട്ടോ. ബാക്കി വിശേഷം വഴിയെ പറയാം. ഓക്കെ, ബൈ. യെസ്, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. യെസ്, അപ്പോൾ അതെ ഏട്ടനും ഞാനിന്ന് മാച്ചിങ് ആണ് കേട്ടോ. അങ്ങനെ മാച്ചിങ്ങിലൊന്നും നടക്കണ ആൾക്കാരല്ല ഞങ്ങൾ. നിട്ട് വന്നപ്പോൾ എങ്ങനെയെങ്കിയോ ക്ലിക്കായി. അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാം. ഏകദേശം സമയം ഇപ്പോൾ ഒരു 10 മണിയായോ? എത്ര മണിയായി ഏട്ടാ? എത്ര മണിയായി? 9:30. അപ്പോൾ ചായ കുടിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിൽ. അത് ഇപ്പോഴായാലും രാത്രിയായാലും ചോറുണ്ടാവും. ഈ എന്താ പറയുക, അങ്ങനെ പുറത്ത് പോവുകയാണ്. ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് 2019 എൻ്റെ ആദ്യനെ പ്രസവിച്ചിട്ട് 90 ഞങ്ങൾ മൂന്നാറാണ് ആഘോഷിച്ചത് അല്ലേ. അങ്ങനെ ആഘോഷിച്ചായിരുന്നു ഞങ്ങൾ 90. അപ്പോൾ ഉണ്ണിയുടെ അമ്മ പറയാ, ഇത്തിരിക്കാ പോലത്തെ പൊടീനെയും കൊണ്ട് നിങ്ങൾ എല്ലായിടത്തും പോയിട്ടാണ് ഇവനിങ്ങനെ വീട്ടിലടങ്ങിയിരിക്കാത്തതെന്ന് പറയുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് 90ആയി 2025 അല്ലേ. ഇനി നെക്സ്റ്റ് ബേബി ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ചിലവരെന്നോട് ചോദിച്ചിരുന്നു പ്രസവം നിർത്തിയോ ഇല്ലയോ. പ്രസവം നിർത്തിയിട്ടില്ല. ഏട്ടനൊരു 3-4 കുട്ടികളുടെ അച്ഛനാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ 2 ആയിട്ടുള്ളൂ. ഇനി കിടക്കുകയാണ് 3 കൂടി. പൈസ ഏറെയാണ്. അതുണ്ടെങ്കിൽ ഒരു 2 കൂടി കഴിഞ്ഞിട്ട് നിർത്തണം, അല്ലെങ്കിൽ 1 കൂടി കഴിഞ്ഞ് നിർത്തണം എന്നാണ് ആഗ്രഹം. ഓക്കെ. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് എലത്തൂർ ഒരു പൂളക്കടയുണ്ട്. അവിടെ മെയിനായിട്ട് പൂള, കഞ്ഞി, മീൻകറി, അതാണ് അവിടെ സ്പെഷ്യൽ. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയാൽ എടുക്കാൻ പറ്റായി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ മോനുണ്ടാവും. പിന്നെ മൂപ്പർക്കാണെങ്കിൽ ഇതിൽ എടുത്തു തരാനുള്ളൊരു എന്താ പറയുക മനസാക്ഷി കുത്തില്ല ഗൈസ്. ഓക്കെ, ബാക്കി വിശേഷം പോണ വഴിക്ക് പറയാം കേട്ടോ. ഞങ്ങള് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഞാനൊരു ഷോപ്പിൽ കയറിയിരുന്നേ. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിയതാ കേട്ടോ. ബസ്സുവിന് 2 കിൽക്കട്ടം വാങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ. അപ്പൊ കിൽക്കട്ടം മൂത്ത ആള് പൊട്ടിച്ചു കളയലാണ്. അപ്പൊ ഞാൻ എന്താക്കി, തുണിയുടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ അതെങ്ങനെ എല്ലാ ഷോപ്പിലും അവൈലബിൾ അല്ലല്ലോ. അപ്പോ എന്താ പറയുക, വ്ലോഗ് എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിങ്ങനെ കിൽക്കാം, ഒന്നിങ്ങനെ ഞെക്കാം. അപ്പൊ പുതിയ കിൽക്കട്ട. ഇത് 2 അലമ്പുണ്ടാക്കുന്ന 2 അലമ്പന്മാര്. പിന്നെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ണി തുടങ്ങുന്നുണ്ട്. ആക്രി ബോയ് എന്നാണ് യൂട്യൂബിന്റെ പേര്. അതിന് മെയിൻ കണ്ടന്റ് കോട്ടടുത്ത് ബസാർ, അവിടെ ഉള്ള ആക്രികൾ, ഇതൊക്കെ പുതിയ വ്ളോഗ്. എന്നാ സ്റ്റാർട്ട് ചെയ്യാന്ന് അറിയില്ല. എന്നാ ഉണ്ണിയുടെ യൂട്യൂബ് ചാനൽ വരുന്നത് പറയൂ. എൻ്റെ പ്രേക്ഷകർ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇതുവഴി വരുമ്പോൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളെ ഇതിൽ കാണിച്ചത്. അവിടെ
അവിടുത്തെ ഒരു സെക്യൂരിറ്റിയാണ്. അപ്പോൾ രാവിലെ മുതൽ അന്ത്യാവുന്നുള്ള അവിടെ നിന്നിട്ട് പോണവരെയൊക്കെ ഡാൻസ് കളിച്ച് എന്താ പറയുക ഹോട്ടൽ എന്നുള്ള ബോർഡും പിടിച്ചിങ്ങനെ നിൽക്കും കേട്ടോ. അപ്പം നമുക്ക് ബാക്കി വിശേഷം പറയാം കേട്ടോ. യെസ്, അങ്ങനെ ഞങ്ങളിതേ ലുലുവിൽ വന്നിട്ടോ. മൂത്ത സന്താനം നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 90 ആഘോഷിക്കാൻ വന്നത് ലുലു മാളിലോട്ടാണ്. ഇനി ഇവിടുന്ന് അച്ഛൻ വമ്പിച്ച ഷോപ്പിംഗ് നടത്തി തരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ ബാക്കി വിശേഷം ഉള്ളിൽ പോയിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഇതാണ് കാലിക്കറ്റ് ലുലുവിൽ ചെന്നപ്പോൾ ഒരു കാറ് കിടക്കുന്നു. നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു ബ്ലൂ കാറ്. പിന്നെ അവിടെ നിന്ന് കയറി നടുക്ക് ചെല്ലുമ്പോൾ കുട്ടികൾക്കായിട്ട് ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ബുക്കുകൾ ഇഷ്ടംമാതിരി സ്റ്റോറി ബുക്കുകളുണ്ട് കേട്ടോ. പിന്നെ ഞാനതൊക്കെ നോക്കാൻ വലിയൊരാളെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുന്നുണ്ട്. എന്ത് ആദ്യം ഞാൻ പറഞ്ഞിങ്ങോട്ട് പോര്, വായിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യതയുള്ളൂ. അങ്ങനെയും പറഞ്ഞ ആദ്യം വന്ന് ഏട്ടൻ പോവുക, കുട്ടീനെ പിടിക്കുന്നുമില്ല, കുട്ടീനെ നോക്കുന്നുമില്ല. അങ്ങനെ ലുലുവിൻ്റെ ഉള്ളിൽ ഹൈപ്പർ മാർക്കറ്റിൽ ചെന്ന് ഹൈപ്പർ മാർക്കറ്റ് കാണണം. അത് മാത്രം ഉണ്ടായാലും ലുലുവിൽ ഒരു 1.5 ഹൈപ്പർ മാർക്കറ്റ്, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ എറണാകുളത്തെ ലുലുവിനെ അപേക്ഷിച്ച് ഇത് വെറും എന്താ പറയുക ചെറിയ ലുലു ആട്ടോ, ഒന്നുമില്ല സത്യമായിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ആദ്യം ഓടി കയറുക. എന്തിനാണെന്നറിയോ, ആ എന്താ പറയുക സാധനങ്ങളൊക്കെ ഇടുന്ന ബാസ്ക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്തോ കാര്യമായിട്ട് വാങ്ങാനുള്ളതാണെന്ന് ഓർത്ത് അവനും ഓടുന്നു. കഴിഞ്ഞ ദിവസം പോയി വന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനൊന്നും ഇല്ല. പിന്നെ ഫുഡൊക്കെ ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഇഷ്ടംമാരുണ്ടാവും. പിസ്സയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അമ്മതേ പിസ്സ ഇരിക്കുന്നു. അവരിങ്ങനെ കാണുമ്പോൾ ഓരോന്ന് വേണമെന്ന് പറയും. ഞങ്ങളിതേ ബട്ട് റോഡ് നിർത്തിയതാട്ടോ ഏട്ടൻ. ഏട്ടൻ ഇവിടെ നിന്ന് സർബത്ത് കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. ഇത് ബട്ട് റോഡ് ബീച്ചിൻ്റെ മുൻവശമാണ്. ഇവിടെ നിറച്ച് ഇങ്ങനത്തെ ഓരോ ഷോപ്പുകളാട്ടോ. ഞാൻ ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ല പറയണം, എൻ്റെ നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ നിറച്ച് ഇങ്ങനത്തെ ഉപ്പിലിട്ട ഐറ്റംസിൻ്റെ ഷോപ്പുകളാണ്. ഇതെന്തൊക്കെയാണ് ഉപ്പിലിട്ടത്? സ്വീറ്റ് കോൺ ഉണ്ട്, നെല്ലിക്ക, പേരയ്ക്ക, പിന്നെ മാങ്ങ, ക്യാരറ്റ്, എന്തൊക്കെയോ ഐറ്റംസ് ഇവിടെ ഉപ്പിലിട്ടത് കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് വെള്ളം കുടിച്ചിട്ട് ബാക്കി പറയാം. അപ്പം ലുലുന്ന് വാങ്ങിയ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ക്രീമി കോക്കനട്ട് പൗഡർ ഒരെണ്ണം വാങ്ങി. വളരെ മടിയായിപ്പോൾ തേങ്ങ കറിയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ മോന് കുപ്പി ഇതേ പിടിക്കും, പീജിയോണ്ട്. ഇതിൻ്റെ നിപ്പിളിൻ്റെ പ്രത്യേകത സിലിക്കോൺ നിപ്പിൾ. കുപ്പി അവന് പിടിക്കത്തുള്ളൂ. അപ്പോൾ അതൊന്ന് വാങ്ങി. അത് അത്യാവശ്യം 700 റേറ്റ് ഉണ്ട്. പക്ഷേ ഇതേ അവൻ കുടിക്കുള്ളൂ. അവന് ആകെ വാങ്ങിയൊരു കുപ്പി അതായിരുന്നു. ഞാനിപ്പോൾ തന്നെ കിട്ടണം. പിന്നെ എനിക്കിതിഷ്ടമാണ് തൈര് മിക്സിൻ്റെ ഫ്ലേവർ മാംഗോ, അതൊരെണ്ണം വാങ്ങി. പിന്നെ വാങ്ങിയത് ഈ സാധനം, ഇതൊരു ബോക്സ് വാങ്ങി. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയില്ല, കഴിഞ്ഞ ദിവസം പോയതുകൊണ്ട്. പേസ്റ്റ് വാങ്ങി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലിട്ടില്ലേ ചിക്കൻ നഗ്ഗറ്റ്സ്, അതൊരെണ്ണം വാങ്ങി. പിന്നെ വാങ്ങിയത് സാൻഡ്വിച്ച് അതൊരെണ്ണം വാങ്ങി. വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല, അതൊക്കെ തന്നെ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ വാങ്ങിയത് വസുവിന് വൈബ്സ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ വാങ്ങിച്ച് ചേർത്തായിരുന്നു. ഇത് 2 ഉണ്ട് കേട്ടോ. വൈബ്സൊക്കെ വാങ്ങി. വസു ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ 2-3 ഫോട്ടോസ് അവൻ്റെ എടുക്കണം. അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ്. കണ്ടോ, ഇതാണ് കേട്ടോ ഒന്നെടുത്ത് ബാങ്കിൾ. കണ്ടോ, ഇതും ഈ മോതിരം. ഇതിനെന്തോ ഒരു പേരാന്ന് പറഞ്ഞു, പക്ഷെ മറന്നു. പിന്നെ എടുത്ത മോതിരം ഇത് സ്റ്റോൺ ടൈപ്പാണ് കേട്ടോ. ആ ഒരു മോതിരം. പിന്നെ എടുത്തൊരു ബാങ്ക്, ഇതെനിക്ക് കല്യാണത്തിന് ഉണ്ടായിരുന്നൊരു ബാങ്കാണ്. അതൊക്കെ പോയിട്ട് പിന്നെ ഇപ്പം എടുത്തു. പിന്നെ ഈ ഒരു പേളുടെ മോതിരം, ഇതൊക്കെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയായിരുന്നു ഷോപ്പിങ്. ഇതെടുത്തതെന്ന് വെച്ചാൽ അന്നെടുത്തിട്ട് പിന്നെ ബാങ്കിൽ വെച്ചിട്ട് പഠിപ്പിച്ചാണ്. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ ജംഗ്ഷനിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ വീടെത്താറായി. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കല്യാണത്തിൻ്റെ പർച്ചേസിങ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഡ്രസ്സാണ്. അപ്പോൾ ഒരു സാരി ഞാൻ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സാരി ഓർഡർ കൊടുത്താണ്, വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് കല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മുടെ പെർപ്പിളിൽ ഓർഡർ കൊടുത്തത്, ഇപ്പോൾ ഐറ്റംസൊക്കെ വരാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.